ഹലോ ഫ്രണ്ട്സ്, ഇത് ബോട്ടിൻ്റെ ആവൻ്റെ ബാർ 1198 എന്ന മോഡൽ സൗണ്ട് ബാറാണ്. ഇത് എൻ്റെ ഫ്രണ്ട് കൊണ്ടുവന്നപ്പോൾ വർക്ക് ചെയ്യുന്നില്ല എന്നാണ് പറഞ്ഞത്. നമുക്ക് ജസ്റ്റ് ഒന്ന് സ്വിച്ച് ഓൺ ചെയ്ത് നോക്കാം. സ്വിച്ച് ഓൺ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇവിടെ ഈ ബോട്ട് എന്ന് പറഞ്ഞ ഒരു എംബ്ലം ഇല്ലേ, അതിന് മുകളിലായിട്ട് ഒരു റെഡ് ലൈറ്റ് കത്തണം. അപ്പോഴാണ് അത് പവർ ഉണ്ടെന്ന് പറയുന്നത്. ഇപ്പോൾ പവർ കാണുന്നില്ല. സ്വാഭാവികമായിട്ടും പവർ സെക്ഷൻ കംപ്ലൈൻ്റ് ആണെന്ന് തോന്നുന്നു. നമുക്കതൊന്ന് അഴിച്ചു നോക്കാം. ഓക്കെ, അപ്പോൾ നമുക്കിതിൻ്റെ പവർ സെക്ഷനിൽ ഇരിക്കുന്ന ക്യാബിനറ്റ് അഴിച്ചെടുക്കാം. 8 സ്ക്രൂ ആണ് കാണുന്നത്. ഓക്കെ, ഓരോ സ്ക്രൂ ആയിട്ട് നമുക്ക് അഴിച്ചെടുക്കാം. യെസ്, അപ്പോൾ ഇതാണ് ഇതിൻ്റെ കാണുന്നത്. ബോർഡ് കാണാം. ലെഫ്റ്റ് സൈഡിൽ കാണുന്നതാണ് പവർ സെക്ഷൻ. ഇതാണ് SMPS. ഇതിൻ്റെ റൈറ്റ് സൈഡിൽ കാണുന്നത് ആംപ്ലിഫയർ ബോർഡായിരിക്കും. സ്വാഭാവികമായിട്ടും പവർ സെക്ഷനിൽ ആംപ്ലിഫയർ ബോർഡിലേക്ക് കണക്ട് ചെയ്തിട്ടുണ്ട്. ഇനി പവർ സെക്ഷൻ SMPSൻ്റെ അകത്ത് എന്താണ് കംപ്ലൈൻ്റ് എന്ന് നോക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മളതിൻ്റെ ബോർഡ് അഴിച്ചിട്ടുണ്ട്. ഈ കാണുന്നത് ഇതിൻ്റെ ഓഡിയോ സെക്ഷനാണ്. ഓഡിയോ സെക്ഷൻ ബോർഡാണ്. അതിലേക്ക് പവർ കൊടുത്താൽ മാത്രമേ നമുക്ക് ഫ്രണ്ട് ഭാഗത്തുള്ള ഇൻഡിക്കേറ്റർ കത്തുന്നതായിട്ട് കാണും. അതായത് പവർ ഓഡിയോ ബോർഡിലേക്ക് വരുന്നുണ്ടോ എന്ന് നമുക്ക് മനസ്സിലാവും. അതിന് മുന്നേയായിട്ട് പവർ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യാം. ഇതാണ് അതിൻ്റെ SMPS. SMPSനകത്ത് പവർ വരുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്തതിന് ശേഷം അടുത്ത സ്റ്റേജിലേക്ക് പോകാം. ഇപ്പോൾ നമ്മൾ SMPSലേക്ക് AC പവർ കോഡ് കണക്ട് ചെയ്തിട്ട് സ്വിച്ച് ഓൺ ചെയ്തിട്ടുണ്ട്. ഔട്ട്പുട്ടിൽ DC വരുന്നുണ്ടോ എന്ന് പരിശോധിക്കാം. ഇല്ല, മൾട്ടിമീറ്ററിൽ 0 ആണ് കാണുന്നത്. ഒരു SMPSൻ്റെ ഔട്ട്പുട്ടിൽ വോൾട്ടേജ് ഒന്നും തന്നെ കാണിക്കുന്നില്ല. അപ്പോൾ SMPSൻ്റെ കംപ്ലൈൻ്റ് ആണെന്ന് അനുമാനിക്കാം. ഓക്കെ, SMPSൽ പ്രഥമ ദൃഷ്ട്യാ കമ്പോണൻസ് ഒന്നും ബേണായിട്ട് കാണുന്നില്ല. ഫ്രണ്ട് സൈഡിൽ നോക്കുമ്പോൾ ഒരു കമ്പോണൻ്റായിട്ട് വളരെ വിശദമായിട്ട് ചെക്ക് ചെയ്യും. അപ്പോൾ എന്തെങ്കിലും ബേൺ ആയിട്ടൊന്നും കാണുന്നില്ല. അതിൻ്റെ പിൻഭാഗം ഒന്ന് പരിശോധിച്ചതിന് ശേഷം ഓരോ കമ്പോണൻറ്റും മൾട്ടിമീറ്റർ വെച്ചിട്ട് പരിശോധിക്കാം. യെസ്, പിൻഭാഗം പരിശോധിക്കുമ്പോൾ ഇവിടെ ബേൺ ആയിട്ട് കാണുന്നുണ്ട്. അവിടെ ഒരു കാർബൺ കാണുന്നുണ്ട്. കരി പിടിച്ച പോലെ ഈ ഭാഗത്ത്, പ്രത്യേകിച്ചിട്ട് നമ്മുടെ പ്രൈമറി ഭാഗം AC പവർ സപ്ലൈ കൊടുക്കുന്ന ഭാഗത്ത് കാണുന്നുണ്ട്. അത് കുറച്ചും കൂടി ക്ലോസ് ആയിട്ട് കാണുമ്പോൾ മനസ്സിലാവും. നമുക്ക് ഇവിടെ കുറേ റെസിസ്റ്റൻസ് കരിഞ്ഞിട്ട് കാണാം. മാത്രമല്ല അവിടെ ഒരു പ്രിൻ്റ്, ബോർഡിൽ PCBയിലെ പ്രിൻ്റ് ബേൺ ആയിട്ട് കാണുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഷോർട്ടായിട്ടുണ്ടാകും. ട്രാൻസിസ്റ്ററും അതുവഴി വരുന്ന സർക്യൂട്ടിലുള്ള മിക്കവാറും എല്ലാ കമ്പോണൻറ്റും ഷോർട്ടായിട്ടോ ഓപ്പണായിട്ടോ ഒക്കെ ഉണ്ടാവും. അങ്ങനെയാണെങ്കിൽ ആദ്യം നമുക്കൊന്ന് ട്രാൻസിസ്റ്റർ ഷോർട്ടാണോ എന്ന് ചെക്ക് ചെയ്യാം. യെസ്, അപ്പോൾ ട്രാൻസിസ്റ്റർ ബേൺ ആയിനൊന്ന് പരിശോധിക്കാം. അല്ലെങ്കിൽ മോസ്ഫെറ്റ് ഷോർട്ടാണോ എന്ന് പരിശോധിക്കാം. ഓക്കെ, മോസ്ഫെറ്റിൻ്റെ ഗേറ്റ്, ഡ്രെയിന്, സോഴ്സ് എല്ലാം ഷോർട്ടാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ട്രാൻസിസ്റ്റർ ഷോർട്ടാണ്. അതുമാത്രമല്ല, ഇവിടെ പ്രിൻ്റ് അടക്കം ബേൺ ആയിട്ടുണ്ട്. കമ്പോണൻസ് എല്ലാം കരിഞ്ഞിട്ടാണ് കാണുന്നത്. അതുകൊണ്ട് ഒരുപാട് ഇതിൽ മെനക്കെട്ടിട്ട് കാര്യമില്ല. ഈ SMPS നമ്മൾ അത്രയും ടൈം വേസ്റ്റ് ചെയ്തിട്ട് ഈ SMPS ശരിയാക്കി എടുക്കേണ്ട നഷ്ടമാണ്. അതിനെക്കാട്ടി നല്ലത് നമുക്ക് ഇതേ വോൾട്ടേജും ആംപിയറും കിട്ടുന്ന നമുക്കൊരു SMPS പുതിയത് വെക്കുന്നതായിരിക്കും ഉത്തമം. കാരണം ഇതിനൊക്കെ വേണ്ടി സമയം ഒത്തിരി മെനക്കെടേണ്ടതുണ്ട്. പിന്നെ മാത്രമല്ല, ഈ കമ്പോണൻസ് എല്ലാം വാല്യൂ ഒന്നും കാണുന്നില്ല. അതൊക്കെ പരതി കണ്ടുപിടിച്ച് പുതിയത് വാങ്ങിയിടുന്നത് അത്രയും സമയവും നഷ്ടമായിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് പുതിയൊരു SMPS ഇതിന് കണക്ട് ചെയ്ത് നോക്കാം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ SMPS ബേൺ ആയിപ്പോയതാണ്. നമ്മൾ നേരത്തെ കണ്ടു, ബാക്ക് ഭാഗത്ത് ബേൺ ആയത് കാണാം. ഇത് അതിന് പകരമായിട്ട് പുതിയത് വാങ്ങിയതാണ്. ഇത് റിപ്പയർ ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടായതുകൊണ്ടും കമ്പോണൻസ് കിട്ടാത്തതുകൊണ്ടും ഏതാണ്ട് അതേ വാല്യൂ ഉള്ള ഒരു SMPS വാങ്ങുകയാണ് ചെയ്തത്. 12 വോൾട്ടാണ്, 5 ആംപിയറിൻ്റെ ഒരു പുതിയ ഒരു SMPS വാങ്ങിയപ്പോൾ ഇതിന് കാണാം, ഇതിൻ്റെ കമ്പനി ഇറക്കിയതായതുകൊണ്ട് ഇതിന് ഇവിടെ ഹോള് കാണാം. കൃത്യമായിട്ട് അതിൻ്റെ കേസിൽ ഫിറ്റ് ചെയ്യാൻ വേണ്ടി ഹോൾ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ വാങ്ങിയതിന് ഹോളില്ലാത്തതുകൊണ്ട് ഞാൻ കറക്റ്റായിട്ട് അതിൻ്റെ മെഷർമെൻറ്റ് എടുത്തിട്ട് ഒരു ഡ്രില്ലിംഗ് മെഷീനെ കൊണ്ട് ഞാൻ ഹോൾ ഇടുക ചെയ്തത്. കറക്റ്റായിട്ട് ഹോൾ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കത് എന്ത് ചെയ്യാം, ആദ്യം തന്നെ കണക്ട് ചെയ്യാം. അതിനുശേഷം അതിൻ്റെ കേസിൽ അത് ഫിക്സ് ചെയ്യാം. അപ്പോൾ ഇവിടെയാണ് അതിൻ്റെ കേസ് വരുന്നത്. കേസിൻ്റെ 4 ലെഗ് ആണ് ഇവിടെ 1 2
3, 4 അങ്ങനെയായിട്ട് 4 ലെഗ് ഉണ്ട്, അവിടെയാണ് കണക്ട് ചെയ്യേണ്ടത്. അപ്പോൾ ഇത് ഈ പറയുന്ന ഈ വയറാണ് അതിൻ്റെ ആംപ്ലിഫയർ ബോർഡിലേക്കുള്ള ഇൻപുട്ടായിട്ട് കൊടുക്കേണ്ടത്. അപ്പോൾ ഇവിടെ DC 12 വോൾട്ട് നമുക്ക് കൊടുക്കണം. ഇതെന്ന് പറഞ്ഞത് പവർ കോഡിൽ നിന്ന് വരുന്ന AC 230 വോൾട്ടാണ്. അത് നമുക്ക് ബോർഡിലേക്ക് കണക്ട് ചെയ്യാം. അപ്പോൾ ഓക്കെ, നമുക്ക് ഇതിൻ്റെ DC സെക്ഷനിലേക്കുള്ള വയർ കണക്ട് ചെയ്യാം. ഇത് നെഗറ്റീവാണ്. ഇവിടെ നെഗറ്റീവിലേക്ക് ആംപ്ലിഫയറിൻ്റെ ബോർഡിലേക്കുള്ള നെഗറ്റീവ് 12 വോൾട്ടിൻ്റെ ഇവിടെ ഞാൻ കണക്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇനി അടുത്ത് നമുക്ക് പോസിറ്റീവ് കണക്ട് ചെയ്യാം. ഇവിടെ പോസിറ്റീവ് ഔട്ടാണ്. അവിടെ നമുക്ക് പോസിറ്റീവ് കണക്ട് ചെയ്യാം. ഓക്കെ, അങ്ങനെ പവർ സപ്ലൈയിൽ നിന്ന് SMPS എന്നുള്ള DC ഔട്ട്പുട്ട് 12 വോൾട്ട് ഇനി ഈ വയർ വഴി നമ്മളിവിടെ ആംപ്ലിഫയറിലേക്ക് കണക്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് കൊടുക്കാനുള്ളത് AC ആണ്. പവർ കോഡിൽ നിന്ന് വരുന്നത് സ്വിച്ച് വഴി വരുന്ന AC 230 വോൾട്ടിനെ നമുക്ക് ഈ SMPSൻ്റെ AC ഇൻപുട്ടിലേക്ക് കണക്ട് ചെയ്താൽ നമുക്ക് ഈ കണക്ഷൻ കംപ്ലീറ്റ് ആകും. ഓക്കെ, അപ്പോൾ ACക്ക് കണക്ട് ചെയ്യാം. ഓക്കെ, അതിൻ്റെ ഫേസ് ലൈന് കണക്ട് ചെയ്ത് ഇനി ന്യൂട്രൽ ലൈനും കൂടി കണക്ട് ചെയ്യണം. ഓക്കെ, അപ്പോൾ രണ്ടും കണക്ഷൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ SMPSലേക്കുള്ള AC ഇൻപുട്ടും DC ഔട്ട്പുട്ടും കണക്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് SMPS നല്ല നീറ്റായിട്ട് ഇവിടെ ഫിക്സ് ചെയ്യാം. ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ വർക്കൗട്ട് പൂർത്തിയാവും. ഞാനിപ്പോൾ ഇത് ശരിയാക്കിയിരിക്കുകയാണ്. നമ്മുടെ പുതിയ SMPS കണക്ട് ചെയ്തിട്ടുണ്ട്. അതെല്ലാം നല്ല വൃത്തിയായിട്ട് തന്നെ അതിൻ്റെ കേസ് ബോർഡിൽ ഫിക്സ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്നുള്ള കണക്ഷനൊക്കെ ആംപ്ലിഫയറിലേക്ക് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് ചെക്ക് ചെയ്യുക എന്ന കർമ്മമാണ്. അത് ചെക്ക് ചെയ്യാനായിട്ട് കണക്ഷൻ എല്ലാം ഓക്കെയാണ്. ഇന്ന് സ്വിച്ച് ഓൺ ചെയ്യട്ടെ. യെസ്, സ്വിച്ച് ഓൺ ചെയ്തിരിക്കുന്നു. ഇതിൻ്റെ ബോട്ടിൻ്റെ ഇവിടെ റെഡ് LED തെളിഞ്ഞിട്ടുണ്ട്. പവർ ഓൺ തെളിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കൊന്ന് സിസ്റ്റം ഓൺ ചെയ്യാം. You're now connected to Boat Avante. ഓക്കെ, അങ്ങനെ ബോട്ട് നമ്മുടെ പവർ ഓൺ ആയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ സൗണ്ട് സിസ്റ്റം ഓക്കെ ആയി. നമ്മുടെ SMPS മാറ്റി എല്ലാ കണക്ഷനും ഓക്കെ ആയി. ബോട്ടിൻ്റെ സൗണ്ട് ബാർ ഓക്കെ. ഇതിൻ്റെ അത് പാട്ട് വെക്കുന്നില്ല, കോപ്പിറൈറ്റ് ഇഷ്യൂ വരുന്നത് കൊണ്ട് പാട്ട് വെക്കുന്നില്ല. ഓക്കെയാണ്, സിസ്റ്റം ഓക്കെയാണ്. ബ്ലൂടൂത്ത് ഇപ്പോൾ പെയർ ചെയ്യാൻ വേണ്ടിയിട്ട് റെഡി ആയിട്ടുണ്ട്. ഓക്കെ, ഇനി ഇതിൻ്റെ കേസൊക്കെ പ്രോപ്പറായിട്ട് അടച്ച് സ്ക്രൂ ചെയ്താൽ നമ്മുടെ വർക്ക് ഓക്കെ. ബോട്ടിൻ്റെ വർക്കെല്ലാം പൂർത്തീകരിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മുടെ അതിൻ്റെ കേസിൻ്റെ ലിഡ് ക്ലോസ് ചെയ്യുന്നു. അതോടുകൂടി വർക്ക് കംപ്ലീറ്റ്. ഓക്കെ, ബൈ, താങ്ക് യു.